നമസ്കാരം. നമ്മൾ നിരവധി ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്. ഗുരുവായൂരും കൊടുങ്ങല്ലൂരും അതുപോലെ തന്നെ ആളും അനക്കവുമുള്ള ശബ്ദ മുഖരിതമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മൾ പോയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ആളുമില്ല, അനക്കവുമില്ല, ഒരു വല്ലാത്തൊരു നിശബ്ദതയുടെ ആ ഒരു ചെറിയ പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിനടുത്ത് ഏഴിമല റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വീരചാമുണ്ഡി ക്ഷേത്രം വല്ലാത്തൊരു നിശബ്ദതയാണ്. ആ നിശബ്ദതയ്ക്ക് തന്നെ ഒരു ഭയാനകതയുടെ ഒരു ആവരണമുണ്ട്. വളരെ ഇതായിട്ട് നമുക്കിരുന്ന് ജപിക്കാം. അങ്ങനെയുള്ള ആ ഒരു ക്ഷേത്രം, അതിൻ്റെ തിരുമേനി അതിനെപ്പറ്റിയൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട്. മാധവൻ നമ്പൂരി കഴിഞ്ഞ 23 വർഷമായിട്ട് ഈ ഭഗവതിയുടെ അർച്ചകനായിട്ട് ഈ ഒരു ക്ഷേത്രത്തിൽ കൂടിയിരിക്കുന്ന ചിറക്കൽ കോവിലകത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ആ ദേവസ്ഥത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഈ ക്ഷേത്രത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങളിതൊന്ന് കണ്ടു നോക്കുക. ആ നിശബ്ദത ഒന്ന് ആസ്വദിക്കുക കുറച്ച് നേരം. ഒരു മഹാക്ഷേത്രത്തിനുതകുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള കൊത്തുപണികളും അതുപോലെ തന്നെ നല്ല തടികളും തടിക്കോളുള്ള പണികളും ഒക്കെയുള്ള ഒരു ക്ഷേത്രമാണ്. അതോ വലിയ ഫോട്ടോ പുറത്തുണ്ട്. നമസ്കാരം ധനുഷ്. അമ്മേ മഹാമായ ശരണം. നമ്മൾ ഇപ്പോഴേ ഇവിടെ ഇരിക്കുന്നത് കുഞ്ഞിമംഗലം വീരചാമുണ്ടേശ്വരി ക്ഷേത്രാങ്കണത്തിലാണെന്ന്. കുഞ്ഞിമംഗലം വീരചാമുണ്ഡി ക്ഷേത്രത്തിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഈ നാടിന് കുഞ്ഞിമംഗലം എന്നുള്ള പേര് വരാനുള്ള കാരണം ഈ വീരചാമുണ്ഡി എന്നുള്ള ദേവിയാണെന്നാണ് സങ്കല്പം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിമംഗലം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ മംഗലം എന്നുള്ള പദത്തിന് കല്യാണം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ കുഞ്ഞിമംഗലം, കുഞ്ഞിയുടെ ചെറിയ രീതിയിലുള്ള മാരേജ്, അതായത് കല്യാണം, ഇതാണ് ഇതിൻ്റെ സങ്കല്പം. മീനമാസത്തിലെ പൂരനാളിൽ ഇവിടെ 7 ദിവസം ഉത്സവമായിട്ട് നടക്കുന്നുണ്ട്. ഈ കല്യാണ സങ്കല്പം ഉത്സവ രീതിയിലാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരാണികമായിട്ടുള്ള നമ്മളുടെ ചരിത്രത്തിൽ സതീദേവി ഇവിടെ ഈ ദക്ഷയാഗത്തിൻ്റെ ഒരു സങ്കല്പമാണ് ഇവിടെ ഇതാകുന്നത്. അതായത് സതീദേവി ദക്ഷയാഗം കഴിഞ്ഞ് ഹിമവൽ പുത്രിയായിട്ട് പാർവതിയായിട്ട് വന്ന സമയത്ത് അവർ ഭഗവാന ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പ്രാർത്ഥനകളും ഇതിലൊക്കെ മുഴുകി അവസാനം നാരദമുനിയാൽ ഇതിന് എന്താണ് പരിഹാരം, ശിവനെ ഭർത്താവായി കിട്ടാൻ എന്ന് ചോദിച്ചപ്പോൾ കാമദേവന, അതായത് ശിവനിൽ സതി മരിച്ചതിന് ശേഷം പിന്നെ ശിവന് കാമാസക്തി ഇല്ലാത്ത അവസ്ഥ വന്ന് അദ്ദേഹം ശിവ എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഭാര്യയില്ലാതെ കണ്ട് തപസ്വിനിയായി പോയ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ വീണ്ടും ശിവനിൽ കാമം ഉണർത്തി ഒരു ലൗകിക ജീവിതത്തിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരാനായിട്ട് കാമദേവന ആദ്യം സൃഷ്ടിച്ചെടുക്കണം എന്നുള്ള ഒരു ഇത് വന്നു. അതായത് കാമദേവ ദഹനം ആണ് ശരിക്കും ഇവിടെ ഇതായിട്ട് നടക്കുന്ന ഉത്സവമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഈ 7 ദിവസമായിട്ട് മീനമാസത്തിലെ മകീര്യൻ നക്ഷത്രത്തിൽ തുടങ്ങി കാർത്തികയ്ക്ക് പൂവിട്ട് മകീര്യൻ നക്ഷത്രം മുതൽ അവത്ത് പൂവുകൊണ്ട് കാമനെ പൂജിച്ച് കാമന ഉത്ഭവിച്ചെടുപ്പിച്ച് 7 ദിവസം കാമദേവനെ പൂജിച്ച് 8ാമത്തെ ദിവസം ഇവിടെ നടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക്
വാദ്യഘോഷത്തോടു കൂടി കല്യാണത്തിനായിട്ട് ദേവി എഴുന്നള്ളുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടുത്തെ ഉത്സവം. അതാണ് ഈ തൃപ്പാണിക്കരയിലേക്കുള്ള എഴുന്നള്ളത്ത്. 7-ാം ദിവസം തൃപ്പാണിക്കര ശിവക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പാണ്. അപ്പോൾ 7-ാം ദിവസത്തെ ആ തൃപ്പാണിക്കര ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പ് അങ്ങോട്ട് വിവാഹത്തിന് പോകുന്നു എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് സർവമംഗളമായിട്ട് സർവ ഐശ്വര്യത്തോടു കൂടി സർവാഭരണ ഭൂഷിതയായിട്ട് ആനയുടെ പുറത്ത് പിന്നെ പൂർണ്ണ വിളക്കും, അതായത് വാദ്യഘോഷത്തോടു കൂടിയും താലപ്പൊലി ഇതൊക്കെയുള്ള രീതിയിൽ ഇവിടുന്ന് എഴുന്നള്ളുന്നു. എഴുന്നള്ളി അവിടെ എത്തുന്ന സമയത്ത് അവിടെ തപസ്സിലിരിക്കുന്ന ശിവനാണെന്നുള്ള സങ്കല്പവും അവിടെ ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വെച്ച് അമ്മയുടെ നർത്തനം ചെയ്ത് ശിവനിൽ ആസക്തി ജനിപ്പിക്കാൻ തോന്നുന്ന സമയത്ത് ശിവൻ തൃക്കണ്ണ് തുറക്കുമ്പോൾ കാമനെ കാണുകയും അവിടെ കാമദേവനെ ദഹിപ്പിക്കുന്ന അത് ചരിത്രമാണ്, പൗരാണികമായിട്ടുള്ള ചരിത്ര കഥയിലുള്ളത്. ആ രീതിയിൽ സംഭവിക്കുന്നു. അവിടുന്ന് പിന്നെ വിവാഹം വീണ്ടും ശിവൻ അപ്രത്യക്ഷമാകുന്ന ഒരു സങ്കല്പമാണല്ലോ നമ്മുടെ പൗരാണിക ചരിത്രത്തിലും കഥയിലും. അവിടുന്ന് നിരാശയോടുകൂടി ഈ ആഭരണങ്ങളൊക്കെ അഴിച്ച് അവിടെയുള്ള ഒരു ചിറ, അതായത് ഒരു കുളത്തിൽ കുളിച്ച്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അത്താഴപൂജ കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അർദ്ധരാത്രിയോടുകൂടിയാണ് അവിടുത്തെ ആറാട്ട്. അവിടെ നിന്ന് ആ ചിറയിൽ അമ്മ നീരാടി തിരിച്ച് ഒരാനപ്പുറത്ത് ആനയുടെ നെറ്റിപ്പൊട്ടും പിന്നെ ആഭരണങ്ങളും എല്ലാം അഴിച്ച് തടമ്പ് മാത്രം ഇങ്ങോട്ട് തിരിച്ച് എഴുന്നള്ളിക്കുന്ന ഒന്നുമില്ല, ഒറ്റ ചെണ്ട മാത്രം. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നിറയെ വിളക്കുകളും അതും ഇതൊക്കെയാണ്, വാദ്യഘോഷങ്ങളും താലപ്പൊലി പോലെയാണ് പോകുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഒറ്റ ചണ്ടിയും ദുഃഖത്തിന്റെ വിവാഹം മുടങ്ങിയിട്ടുള്ള നിരാശയിൽ നിന്നുള്ള ആ ദേവീഭാവം, അതാണ് വീരചാമുണ്ടിയായിട്ട് ഉത്ഭവിച്ചത് എന്നാണ് സങ്കല്പം. അതിന് പുറമെ ഈ സമയത്ത് കാമദേവ ദഹനം പിന്നെ ദക്ഷയാഗ സമയത്തുണ്ടാകുന്ന ഉത്ഭവിപ്പിക്കുന്ന വീരഭദ്രനും ഭദ്രകാളിയായിട്ടുള്ള സങ്കല്പത്തിൽ ആ ഇതിലേക്ക് ലയനം ചെയ്ത് അമ്മ രൗദ്രഭാവത്തോടു കൂടി വരുന്ന ഒരു സങ്കല്പമാണ് ഇവിടെ. പക്ഷേ ഇവിടെ ഉപമൂർത്തികളായിട്ട് എത്ര? വീരഭദ്രൻ മാത്രമേ ഉള്ളൂ. വീരഭദ്രൻ മാത്രമേ ഉള്ളൂ. സാധാരണ ഒരു ഭദ്രകാളി ക്ഷേത്രമാകുമ്പോൾ ഒരു ഭൈരവനോ അല്ലെങ്കിൽ അതുപോലുള്ള വീരഭദ്രനും ഭദ്രകാളി സങ്കല്പത്തിലാണ് നമ്മൾ പൂജിക്കുന്നത് അല്ലേ? അങ്ങനെ പൂജിക്കുന്ന ഇതിലും മാത്രമേ ഉള്ളൂ. വീരഭദ്രൻ. പിന്നെ ഈ ഒരു ക്ഷേത്രം അതിൻ്റെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ പഴയ പറഞ്ഞു കേട്ട ചരിത്രങ്ങളോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇത് ചിറക്കൽ കോവിലകം വകയാണെന്നാണ് പറയുന്നത്. ചിറക്കൽ തമ്പുരാൻ നേരിട്ട് നടത്തിയിരുന്നു ഒരു കാലത്ത്. പിന്നെ ഇവർ സങ്കല്പമായിട്ട് പറയുകയാണെങ്കിൽ 5 സ്ത്രീകളാണ്. ഒന്ന് ചെറുകുന്നിൽ, പിന്നെ ഒന്ന് മാടായിക്കാവിൽ, ഒന്ന് ഇവിടെ വീരചാമുണ്ടി, ഒന്ന് പിന്നെ കളരിവാതുക്കാൽ, പിന്നെ ഇവിടെയൊക്കെയുള്ള ഒരു 5 സ്ത്രീകളുടെ സങ്കല്പത്തിലാണ്. അതിൽ പിന്നെ മാടായിക്കാവിൽ വെച്ച് പിന്നെ വേറെ രീതിയിലേക്ക് മാറി ഭ്രഷ്ട് ഒക്കെ കൽപ്പിച്ച് അതെല്ലാം പൗരാണികമായിട്ട് അറിയപ്പെടാത്ത ചരിത്രങ്ങളാണ്. നമ്മളതിനെപ്പറ്റി പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഇവിടെ എന്താണെന്ന് വിചാരിച്ചാൽ ഇവിടെ പൗരാണികമായിട്ട് ശാക്തേയ പൂജയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കാരണം അപ്പോൾ അന്ന് ഈ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഭദ്രകാളി സങ്കല്പം ആയതുകൊണ്ട് ഈ പിന്നെ ശാക്തേയ പൂജ ചെയ്യുന്ന വഴി ഇവിടെ എന്തായി വിചാരിച്ചാൽ പിന്നെ നാട്ടിൽ പല അനർത്ഥങ്ങളും അമ്മയുടെ രൗദ്രഭാവമായതുകൊണ്ട് സ്ത്രീകൾക്ക് എല്ലാം ബുദ്ധിമുട്ടുകളും നിയന്ത്രണ ശക്തി കിട്ടാത്ത കുടുംബങ്ങളിൽ നിയന്ത്രണ ശക്തി കിട്ടാത്ത അവസ്ഥയൊക്കെ വന്നപ്പോൾ ബ്രാഹ്മണരെ കൊണ്ട് പൂജ ചെയ്യിച്ച് സാത്വികത്തിലേക്ക് വരുത്തിയ, അതായത് സാത്വികമായിട്ട് പൂജിക്കുന്ന ക്ഷേത്രമാണ്. പിന്നെ ഈ അതുകൂടാണ്ട് ഇവിടെ തെയ്യക്കാലങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിയാടുന്നതായിട്ട് 10-70 വർഷം മുമ്പേ ഇങ്ങനെയുള്ള തെയ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അടുത്ത കാലത്തൊന്നും ഉണ്ടായില്ല. മാടായിക്കാവിൽ പിന്നെ തെയ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് മുഖത്തെട്ടോട് കൂടി വന്നിട്ടാണ് ഇവിടെ തെയ്യം തുടങ്ങാറ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ഏഴുമല ചിങ്കം ആണ് ഈ കോലം കെട്ടുന്നത്. ചാമുണ്ടി എന്നുള്ള ദേവി കോലം കെട്ടുന്നത് ചിങ്കത്തന്മാര് എന്നാണ് പറയാറ്. ഒരു പ്രത്യേക കോലത്ത് നാടും ഒക്കെ ആയിട്ടുള്ള മൂഷ്യവംശവും ആ ഒരു ബന്ധങ്ങൾ ഏഴുമലയായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം ക്ഷേത്രത്തിൻ്റെ പൗരാണികത്വം നോക്കിക്കഴിഞ്ഞാൽ എത്ര കാലത്തെ പഴക്കമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയുന്നത് 1000 വർഷത്തിൽ മുകളിൽ പഴക്കമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, ഇതിനകത്ത് ഈ ഉപയോഗിച്ചിരിക്കുന്ന മരത്തടികളും അതൊക്കെ തേക്കിന്റെ തന്നെയാണ്, നല്ല മൂത്ത തേക്കുകളാണ്. അല്ലെങ്കിൽ ആ ഒരു പ്രാകാരം എന്ന് പറയുന്നത് ചിറക്കൽ കോവിലകം നേരത്തെ ഏകദേശം ഒരു 50-60 വർഷം മുമ്പേ വരെ മാടോടുകളാണ് ഉണ്ടായിന്. ഈ റോഡെല്ലാം പിന്നെയാണ് ഇവർ ആക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട്.
പൗരാണികമായിട്ട് പിന്നെ അന്ന് പിന്നെ ഈ ഇതൊന്നും ഇല്ലല്ലോ, സിമെൻറ്റും ഇതൊന്നും അതല്ലേ. ചാണം മെഴുകുന്ന രീതിയായിരുന്നു. പിന്നെ അത് സിമെൻ്റാക്കി. എത്ര പൂജകളാണ് തിരുമനസിയുടെ? ഇവിടെ ത്രികാല പൂജയായിട്ടാണ്. ത്രികാല പൂജയായിട്ടാണ്. രാവിലെ അഭിഷേകം, മല്ലേന്ത്യം, പിന്നെ ഉഷപൂജ, ഉച്ചപൂജ, പിന്നെ വൈകുന്നേരത്തെ സമയം ദീപാരാധന, അത്താഴപൂജ. ഭഗവതിക്ക് പ്രത്യേകം വിശിഷ്ടമായിട്ടുള്ള ഒരു നൈവേദ്യം അല്ലെങ്കിൽ ഇഷ്ടമായിട്ടുള്ളത് അങ്ങനെ പുഷ്പാഞ്ജലി പിന്നെ പായസമാണ് നമുക്ക് നൈവേദ്യമായിട്ട് കൂടുതലായിട്ട് കൊടുക്കുന്നത്. പിന്നെ കടുംപായസമൊക്കെ കഴിക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴതൊന്നും ചെയ്യുന്നില്ല. കാരണം ദേവസ്വത്തിൻ്റെ ഇതില്ലാതായതുകൊണ്ട് കടുംപായസം വേണ്ടെന്നാണ് പ്രശ്നം മുഖാന്തരം പറഞ്ഞത്. കാരണം കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള രീതി ആയതുകൊണ്ട്. പിന്നെ ഈ അതുപോലെ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായിട്ടാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ പയ്യന്നൂരിനടുക്കലാണ്. അതെ, ഏഴിമല റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുക്കലാണ്. അങ്ങയുടെ പേര്? എൻ്റെ പേര് മാധവൻ നമ്പൂരി. ഞാനൊരു 23 വർഷത്തോളമായി ഇവിടെ പൂജിക്കുന്നു. അമ്മയുടെ ഉപാസന പോലെ അങ്ങനെ കൊണ്ടുപോകും. ഇവിടെ തന്നെ 23 വർഷമായി. പക്ഷെ ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്കും സാധാരണ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ഒരു ചെറിയ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഏകാന്തതയും ഒരു രൗദ്രതയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതെ, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നിശബ്ദതയാണ്. അത് കാരണം വേറെ ഒരു കാരണമുണ്ട്. എന്ന് വെച്ചാൽ നാടിൻ്റെ ഇതുകൊണ്ടാവാം, എന്തുകൊണ്ടാ കാരണമെന്നറിയില്ല. ജനങ്ങൾ വരുന്നത് വളരെ കുറവാണ്. പക്ഷെ ഭഗവതിക്ക് പക്ഷേ ആ ഒരു കാരണം ഏകാന്തമായിട്ടില്ല ഈ രൗദ്രത്തിൻ്റെ സ്വാത്വികത്തിലേക്ക് കൊണ്ടുവന്നതാണെന്നൊന്നും അറിയില്ല. കാരണം പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ നാട്ടിലത്തെ വിശ്വാസികളാണല്ലോ കൂടുതൽ വരേണ്ടത്. അവർ പിന്നെ ഓരോ രീതിയാണ്. പിന്നെ അത് കാലമാണ് കാലത്തിന്റെ ഇതുകൊണ്ട്. എൻ്റെ ഇല്ലം കല്ലമ്പള്ളി എന്ന് അറിയപ്പെടുന്നില്ലാണ്. അപ്പോൾ പൗരാണികമായിട്ട് ഇവിടെ ചെയ്തു വന്ന ബ്രാഹ്മണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒരു ആത്മാർത്ഥതയിൽ ചെയ്തില്ലയോ എന്നുള്ള സംശയം വരുത്തുന്ന രീതിയാണ്. കാരണം മറ്റിന്നിപ്പോൾ ഇത് ചോറ്റാനിക്കരയൊക്കെ പോലെ നിൽക്കേണ്ട ഒരു ക്ഷേത്രമാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഇത് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരം പാട്ടം ഇങ്ങനെയുള്ള ഒരുപാട് അടിമകളും അവർ ഇവിടെ നെല്ലളവും അതും ഇതൊക്കെ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ അത് ചെർക്കൽ തമ്പുരാൻ കൈവിട്ടതോടുകൂടി പിന്നെ അതൊക്കെ നിന്നു. ഇപ്പം മലബാർ ദേവസ്വം ബോർഡിൽ ചെറക്കൽ കൂലം ദേവസ്വത്തിൻ്റെ കീഴിലാണ്. മലബാർ ദേവസ്വം ബോർഡിലുള്ള ചെറക്കൽ കൂലം ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പിന്നെ ആൾക്കാർ വരുമാനത്തിന്റെ അഭാവം കൊണ്ട് ഡിഗ്രേഡിലാണ് ഇതിപ്പം നിലകൊള്ളുന്നത്. ഓരോ ക്ഷേത്രങ്ങളും ഇപ്പൊ ഗ്രേഡ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ 4-5 വർഷം അങ്ങനെയുള്ള ഒരു അവസ്ഥ അതൊക്കെ മാറി വരട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും. പിന്നെ കുറേ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അവത്ത് ചെയ്ത പല നവീകരണ പ്രവർത്തികളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടതുപോലെ ആയില്ല എന്ന് നമുക്ക് തന്നെ പൂജിക്കുമ്പോൾ തോന്നുന്നുണ്ട്. അതൊക്കെ അമ്മ തന്നെ നേരെയൊക്കെ എടുക്കട്ടെ എന്നല്ലാണ്ട് കാലസ്ഥിതിക്ക് കുറ്റം പറയാനാവില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയല്ലേ. കാരണം ഇന്നിപ്പം എല്ലാം ഒരു പ്രത്യേക രീതിയിലേക്ക് ഭക്തി കൊണ്ടുവന്ന രീതിയാണ്. അപ്പം നമ്മളെന്ത് ചെയ്യും? പ്രാർത്ഥിക്കാം. വളരെ നന്ദി. ആയിക്കോട്ടെ.